ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. കഷ്ടപ്പെട്ട് ട്രീറ്റ്മെന്റ് എടുത്തപ്പോ റിസൾട്ട് ഉണ്ടായത് കണ്ടില്ലേ? വീട്ടുകാരെല്ലാം ഹാപ്പി അല്ലേ? എല്ലാവരും വലിയ സന്തോഷത്തിലാ ഡോക്ടർ. തൽക്കാലം ഞാൻ കുറച്ച് മെഡിസിൻസ് കുറിച്ചു തരാം. ഒന്നുമില്ല, കുറച്ച് അയൺ ടാബ്ലറ്റ്സും ചില ടോണിക്കുകളും. സച്ചേട്ടൻ്റെ ഒരു കുഞ്ഞിന് ജന്മം നൽകണമെന്ന് അവളുടെ ആഗ്രഹം ദൈവം കേട്ടു. സന്തോഷം കൊണ്ട് എനിക്കിപ്പോ എന്താ പറയണമെന്നറിയില്ല. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത്രയും സന്തോഷിക്കുന്ന ഒരു നിമിഷം കിട്ടിയപ്പോ നിങ്ങൾ പഴയ കഥകളൊക്കെ പറഞ്ഞ് വെറുതെ സങ്കടപ്പെടുവാണോ? അനൂപേട്ടാ, എന്താ ഇത്? നമുക്കിതൊക്കെ ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കണ്ടേ? എന്താ വേണ്ടേ? വേണം സന്ദീപേ, വേണം. എനിക്ക് ഇന്ന് മാത്രമല്ല, ഇനിയുള്ള ഓരോ നിമിഷവും ഉത്സവമാണ്. എന്നാ പിന്നെ നമ്മൾ തുടങ്ങുമല്ലോ അനുപേട്ടാ. പിന്നെ സേതുട്ടാ, ആദ്യത്തെ പ്രസവമാണ്. അത് പെൺവീട്ടുകാരുടെ അവകാശമാണ് അല്ലേടാ? അവകാശങ്ങളൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല. ആ, പക്ഷേ ഞങ്ങള് ചെറുക്കം വീട്ടുകാർക്കും ചില കടമകളൊക്കെ ഉണ്ടല്ലോ. 5-ാം മാസം വയറ് കാണൽ ചടങ്ങ്, 7-ാം മാസം വിളിച്ചു കൊണ്ടുപോകൽ, പിന്നെ പ്രസവം കഴിഞ്ഞ് 56 ദിവസം കഴിയുമ്പോ അമ്മയും കുഞ്ഞിനെ ഞങ്ങൾ തിരിച്ചിവിടെ കൊണ്ടാക്കും. 2 മാസം അർച്ചന ഈ വീട്ടിലില്ലാന്നൊക്കെ പറഞ്ഞ എനിക്കത് ചിന്തിക്കാൻ തന്നെ വയ്യ. പിന്നെ സേതുവേട്ടാ, ഈ 2 മാസം എന്ന് പറയുന്നൊക്കെ ഇതാന്ന് പറഞ്ഞ പോലെ അങ്ങ് തീരത്തില്ലേ? പ്രസവം കഴിഞ്ഞ് 56 ദിവസം, അതാ ഒരു കണക്ക്. അത് പിന്നെ സർജറി വല്ലതും ആണെങ്കിൽ ഒരു 90 ദിവസം, അതായത് 3 മാസം. അത് കഴിഞ്ഞാൽ പിന്നെ അവളെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെയല്ലേ കൊണ്ടുവരുന്നത്. അതിന് കമലെ, നമ്മുടെ വീടുകൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവിടെയായാലും ഇവിടെയായാലും എല്ലാം ഒരുപോലെയല്ലേ? ഞാൻ നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ കുറച്ചുകൂടി എളുപ്പം ഇവിടെ നിൽക്കുന്നതാണ്. അർച്ചനയ്ക്കും അത് തന്നെയായിരിക്കും സന്തോഷം. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ പെൺമക്കളുടെ പ്രസവം എടുക്കാൻ അത് അമ്മമാര് തന്നെ വേണം. അല്ല, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അർച്ചന പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതല്ലേ ഉള്ളൂ. ഇതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ഇതൊക്കെ ഇപ്പോഴേ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. അത് ശരിയാണല്ലോ. നമ്മളെന്തിനാ ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴേ തർക്കിക്കുന്നത്? പ്രസവത്തിന്റെ കാര്യം പോട്ടെ, ഇന്ന് ഞങ്ങള് സച്ചിയും അർച്ചനയും അങ്ങോട്ട് കൊണ്ടുപോവാ. അതെന്തിനാ ഞങ്ങൾ ഇന്ന് വരുന്നേ? മോനെ, അവിടെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേ ഞങ്ങൾ ചില വഴിപാടുകൾ നടന്നിട്ടുണ്ട്. അതൊക്കെ നടത്തണമെങ്കിൽ നിങ്ങളും കൂടെ വേണം. നാളെ തന്നെ നമുക്കതെല്ലാം നടത്തണം. എന്തു പറയുന്നു? ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പോകേണ്ടതാ. നമുക്കിത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. മോനെ, അതിന്റെ ആവശ്യമുണ്ടോ? ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ വൈകിട്ട് 2 കൂടെ അങ്ങോട്ട് വന്നാ പോരെ? നാളെ ക്ഷേത്രത്തിൽ പോയി നേർച്ചയെ വഴിപാടും ഒക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോരാലോ. അമ്മേ, ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടു കഴിയുമ്പോ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. ഓ, എന്നാ ശരി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാളെ വന്നാ മതി. എന്താ? നാളെ വരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാനിതേ അർച്ചനയോടൊന്ന് ചോദിക്കട്ടെ. അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ കമലേ? ഈ വീടിനിപ്പോ പുതിയൊരു ജീവൻ വെച്ചു. സച്ചിയുടെ മുഖത്തല്ല, ഏറ്റവും കൂടുതൽ സന്തോഷം സേതുവേട്ടന്റെ മുഖത്താ ഞങ്ങള് കണ്ടത്. എന്താ, ശരിയല്ലേ? ശരിയാ. അർച്ചനയ്ക്കും സച്ചിക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ തന്നെയാ. ഈ നെല്ലിശ്ശേരി വീടിന് പുതിയൊരു അവകാശി വരാൻ പോകുന്നു. ആതിരയ്ക്ക് പെൺകുഞ്ഞ, ഇതൊരു ആൺകുഞ്ഞ് തന്നെയായിരിക്കും.
അന്ന് പൂജ നടത്താൻ വന്ന ആ തിരുമേനി പറഞ്ഞത് ഓർമ്മയില്ലേ? സർവ്വഗുണങ്ങളും തികഞ്ഞ ഒരു പുത്രനെ തന്നെ ലഭിക്കുമെന്ന്. അർച്ചനയുടെ വയറ്റിൽ കിടക്കുന്നത് നെല്ലിശ്ശേരിയിൽ ജനിക്കാൻ പോകുന്ന ആൺതരിയ. ഹലോ, ആ അതെ അതെ, ആ കേട്ടതൊക്കെ ശരിയാടോ കോൺട്രാക്ടറെ? ഇല്ല, ഇന്ന് രാവിലെ ഉറപ്പിച്ച്. അതെ അതെ അതെ, ആ ഒരു മിനിറ്റ്. കോൺട്രാക്ടർ വക്കച്ചനാ, വിശേഷം അറിഞ്ഞിട്ട് വിളിക്കുന്ന. ആ പറയടോ, എന്തൊക്കെയാ? ആ ഇനിയിപ്പോ ആഘോഷമല്ലേ. കണ്ടില്ലേ മോനെ സേതുവേട്ടന്റെ ഒരു സന്തോഷം. ആ അങ്കിള് പറഞ്ഞ ശരിയാ. ഈ വീടിന് പുതിയൊരു ജീവൻ വെച്ചു. ഈ വീടിന് മാത്രമല്ല, നമുക്കും. അല്ലേ അമ്മേ? ഈ സ്വീറ്റ്സ് മാത്രം പോരാ കേട്ടോ, നല്ല ട്രീറ്റ് വേണം. ഡോക്ടർക്ക് എത്ര വലിയ ട്രീറ്റ് ചെയ്താലും മതിയാവില്ല. അപ്പൊ ശരിക്കും ബമ്പർ അടിച്ചു. കഷ്ടപ്പെട്ട് ട്രീറ്റ്മെന്റ് എടുത്തപ്പോ റിസൾട്ട് ഉണ്ടായത് കണ്ടില്ലേ? വീട്ടുകാരെല്ലാം ഹാപ്പി അല്ലേ? എല്ലാവരും വലിയ സന്തോഷത്തിലാണ് ഡോക്ടർ. തൽക്കാലം ഞാൻ കുറച്ച് മെഡിസിൻസ് കുറിച്ചു തരാം. ഒന്നുമില്ല, കുറച്ച് അയൺ ടാബ്ലറ്റ്സും ചില ടോണിക്കുകളും. ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ശരീരം അധികം ഇളക്കരുത്. എന്ന് പറഞ്ഞ പഴയതുപോലെ ഓടും ചാടും ഒന്നും ചെയ്യരുത്. മനസ്സിലായോ? മനസ്സിലായി. ഭാരമുള്ളതൊന്നും എടുക്കരുത്. ഇല്ല. തൽക്കാലം അർച്ചന ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. 2 മാസത്തേക്ക് പൂർണ്ണ വിശ്രമം വേണം. ഒരിടത്തേക്ക് ഒരു യാത്രയും പാടില്ല. അയ്യോ, ഞങ്ങള് അർച്ചനയുടെ വീട് വരെ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സാരമില്ല. ഞാൻ പറഞ്ഞത് ഈ ടൈമില് ലോങ് ട്രിപ്പ് ഒന്നും പാടില്ലെന്ന്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പ്രഗ്നന്റ് ആയ പിന്നെ ഏതെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പോകുന്നതും കൺസീവിംഗ് ഫോട്ടോസ് എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതും ആണല്ലോ. അതൊന്നും വേണ്ടെന്നാ പറഞ്ഞത്. മനസ്സിലായോ? ശരി ഡോക്ടർ, ഞങ്ങക്ക് അങ്ങനെയുള്ള ഹോബീസ് ഒന്നുമില്ല. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ശ്രദ്ധിക്കണം.